ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പണ്ഡിറ്റ് കറുപ്പൻ എന്നിവരെ കുറിച്ചാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1885 മുതൽ 1938 വരെയാണ്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷം 1885 മെയ് 24-ാം തീയതിയാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ ഇബ്രഹാം ലിങ്കൻ എന്നും അറിയപ്പെടുന്നു. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നാണ്. സാഹിത്യ കുടീരം എന്നാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേര്. അഴീക്കൽ വേലുവൈദ്യൻ എന്നിവരാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗുരു. അരയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകൻ ആണ് പണ്ഡിറ്റ് കറുപ്പൻ. 1907 ആണ് അദ്ദേഹം അരയ സമാജം സ്ഥാപിച്ചത്. മംഗലപ്പിള്ളി കൃഷ്ണനാശാനാണ് പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കവി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന ആണ് ആചാരഭൂഷണം. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച കറുപ്പൻ്റെ പ്രധാന രചനകളിലാണ് ഉദ്യാനവിരുന്ന്, ബാലകലേശം. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമി, സ്തോത്രമന്ദാരം, ലങ്കാമർദ്ദനം, ബാലകലേശം, പഞ്ചവടി, ആചാരഭൂഷണം, അരയപ്രശസ്തി, ചിത്രലേഖ, ധ്രുവചരിതം, ലളിതോപഹാരം. കവിതിലകൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി മഹാരാജാവാണ്. 1925 പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത്. 1913 കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത്. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് ബാല സമുദായ പരിഷ്കാരണി സഭ. പണ്ഡിറ്റ് കറുപ്പൻ കൊടുങ്ങല്ലൂരിൽ കല്യാണി തായനി സഭയും, ഇടക്കൊച്ചിൻ എന്ന സ്ഥലത്ത് ജ്ഞാനോദയം സഭയും, തേവരയിൽ സുധർമ്മ സൂര്യോദയ സഭയും, വടക്കൻ പറവൂർ എന്ന സ്ഥലത്ത് പ്രബോധ ചന്ദ്രോദയ സഭയും, ഏങ്ങണ്ടിയൂർ എന്ന സ്ഥലത്ത് അരയ വംശോദയ സഭയും സ്ഥാപിച്ചിട്ടുണ്ട്. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളത്താണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹ. 1938 മാർച്ച് 23-ാം തീയതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ മരണമടഞ്ഞത്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.